ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ജീവിച്ചിരിപ്പുണ്ട് എന്നതിന് തെളിവുകൾ നിരത്തി ഇസ്രായേൽ ഭരണകൂടം. നെതന്യാഹു കൊല്ലപ്പെട്ടുവെന്നോ കാണാതായെന്നോ ഉള്ള സോഷ്യൽ മീഡിയ കിംവദന്തികൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിഷേധിച്ചിരിക്കുകയാണ്. ആരോപണങ്ങൾ വ്യാജ വാർത്ത എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിശേഷിപ്പിച്ചു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട് മിഡിൽ ഈസ്റ്റിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നതിനിടയിലാണ് നെതന്യാഹു കൊല്ലപ്പെട്ടുവെന്ന ഊഹാപോഹങ്ങൾ ഓൺലൈനിൽ പ്രചരിക്കാൻ തുടങ്ങിയത്. നെതന്യാഹു കൊല്ലപ്പെട്ടുവെന്നോ അപ്രത്യക്ഷനായെന്നോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ നിരവധി സ്ഥിരീകരിക്കാത്ത പോസ്റ്റുകൾ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ടുകൾ സത്യമല്ല എന്നും വ്യാജമാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. എനഡോലു ഏജൻസിക്ക് നൽകിയ ഒരു പ്രസ്താവനയിലാണ് നെതന്യാഹുവിന്റെ ഓഫീസ് ഇത്തരം അവകാശവാദങ്ങൾ തള്ളിക്കളഞ്ഞതും പ്രധാനമന്ത്രി സുരക്ഷിതനാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇവ വ്യാജ വാർത്തകളാണ്, പ്രധാനമന്ത്രി സുഖമായിരിക്കുന്നു എന്ന് ഓഫീസ് അറിയിക്കുന്നു. മാർച്ച് 13-ന് നെതന്യാഹുവിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ പ്രസംഗം ഓൺലൈനിൽ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾക്ക് വഴിയൊരുക്കി. ഇതോടെ കിംവദന്തികൾ ശക്തമായി. ചില ഉപയോക്താക്കൾ വീഡിയോയിൽ നിന്നുള്ള ഒരു സ്റ്റിൽ ഇമേജിലേക്ക് വിരൽ ചൂണ്ടി അദ്ദേഹത്തിന്റെ വലത് കൈയിൽ 6 വിരലുകൾ കാണിക്കുന്നതായി തോന്നിയെന്നും ഇത് കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ചതാകാം എന്ന് സൂചിപ്പിക്കുന്നു എന്നുമാണ് പറഞ്ഞത്. എന്നാലും വീഡിയോയിൽ കൃത്രിമത്വം നടന്നതായി തെളിവുകളൊന്നുമില്ല എന്ന് വിശകലന വിദഗ്ധരും വസ്തുതാ പരിശോധകരും പറയുന്നു. AI എഡിറ്റിംഗിന് പകരം ക്ലിപ്പിലെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഫ്രെയിമിൽ നിന്നാണ് അസാധാരണമായ ഒരു ചിത്രം ഉണ്ടാക്കിയത് എന്ന് അവർ അഭിപ്രായപ്പെട്ടു. നെതന്യാഹുവിന്റെ ഓഫീസ് എക്സിൽ അദ്ദേഹത്തിന്റെ കൊലപാതകം സംബന്ധിച്ച ഒരു സന്ദേശം പോസ്റ്റ് ചെയ്യുകയും പിന്നീട് ഇല്ലാതാക്കുകയും ചെയ്തുവെന്ന് അവകാശപ്പെടുന്ന സ്ക്രീൻഷോട്ടുകളുടെ രൂപത്തിൽ കൂടുതൽ തെറ്റായ വിവരങ്ങൾ പ്രചരിച്ചു. AI ചാറ്റ്ബോട്ട് ഗ്രോക്ക് അവകാശവാദങ്ങൾ പരിശോധിച്ചു. ഇത്തരം ഒരു ട്വീറ്റും പോസ്റ്റ് ചെയ്യുകയോ നീക്കം ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നും വൈറൽ സ്ക്രീൻഷോട്ട് കെട്ടിച്ചമച്ചതാണെന്നും നിഗമനത്തിൽ എത്തി. ഇറാന്റെ പുതിയ പരമോന്നത നേതൃത്വത്തിന്റെ അഭിപ്രായങ്ങൾക്ക് മറുപടിയായി മാർച്ച് 13-ന് ഒരു ടെലിവിഷൻ പ്രസ്താവന നടത്തിയപ്പോഴാണ് ഏറ്റവും ഒടുവിൽ നെതന്യാഹു പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ടത്. ഇസ്രായേലിന്റെ സൈനിക സമ്മർദ്ദം തുടരുമെന്ന് അദ്ദേഹം ടെഹ്റാന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതിനു മുൻപ് ഇസ്രായേൽ നേതാവ് നിരവധി പൊതുപരിപാടികളിൽ പങ്കെടുത്തിരുന്നു. അതിൽ പ്രാദേശിക കൗൺസിൽ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകളും മാർച്ച് 10-ന് ഇസ്രായേലിന്റെ നാഷണൽ ഹെൽത്ത് കമാൻഡ് സെന്റർ സന്ദർശനവും ഉൾപ്പെടുന്നു. ഈ മാസം ആദ്യം അദ്ദേഹം ഒരു സിനഗോഗ് സേവനത്തിൽ പങ്കെടുക്കുകയും ഒരു അഭിമുഖം നൽകുകയും ചെയ്തിരുന്നു. നെതന്യാഹു ജർമ്മനിയിലേക്ക് പലായനം ചെയ്തതായോ ഇറാനിയൻ ആക്രമണത്തിൽ പരിക്കേറ്റതായോ ഉള്ള അവകാശവാദങ്ങളും ഓൺലൈൻ ഊഹാപോഹങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. ചില പോസ്റ്റുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ അദ്ദേഹം പരിക്കേറ്റതായി കാണിക്കുന്ന ചില ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ വസ്തുതാ പരിശോധകർ പറയുന്നത് ഈ ദൃശ്യങ്ങൾ സ്ഥിരീകരിക്കാത്ത അക്കൗണ്ടുകളിൽ നിന്നാണെന്നും AI സൃഷ്ടിച്ചതോ ഡിജിറ്റലായി മാറ്റം വരുത്തിയതോ ആയിരിക്കാം എന്നുമാണ്. യാഥാസ്ഥിതിക നിരൂപകയായ കാൻഡോസ് ഓവൻസിന്റെ സോഷ്യൽ മീഡിയയിലെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് ശേഷം ഈ അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ പ്രചാരം ലഭിക്കുകയുണ്ടായി. ഈ ഊഹാപോഹങ്ങൾക്കിടയിലും പ്രധാനമന്ത്രി ഉൾപ്പെട്ട ഏതെങ്കിലും ആക്രമണത്തിനോ സംഭവത്തിനോ തെളിവുകളില്ല എന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ആവർത്തിക്കുകയാണ്. ഭൂരാഷ്ട്രീയ സംഘർഷങ്ങളുടെ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടുന്ന സംഭവ വികാസങ്ങൾ പ്രേക്ഷകർ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ ഇത്തരം കിംവദന്തികൾ പലപ്പോഴും വേഗത്തിൽ പടരും എന്ന് തെറ്റായ വിവരവിദഗ്ധർ പറയുന്നു. ഓൺലൈൻ ഊഹാപോഹങ്ങൾ തുടരുന്നുവെങ്കിലും ഇറാനിയൻ ഡ്രോൺ സാങ്കേതിക വിദ്യയെ ചെറുക്കുന്നതിനുള്ള സഹകരണം സംബന്ധിച്ച് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ബന്ധപ്പെടുന്നത് ഉൾപ്പെടെ നയതന്ത്രപരവും സൈനികവുമായ ചർച്ചകളിൽ നെതന്യാഹു ഏർപ്പെട്ടിരിക്കുന്നതായിട്ടാണ് ഇസ്രായേലി ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.